ഹായ് ലച്ചു ചേച്ചി. എന്റെ അമ്മ സാരിയൊക്കെ ഉടുത്ത് കയ്യിലല്ല അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്നാ തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ? അത് അമ്മൂമ്മയുടെ സാരിയാ. ചുമ്മാതല്ല ഇത്രയും ഭംഗി. അമ്മൂമ്മയുടെ സാരി അമ്മൂമ്മക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നല്ല ഭംഗിയുണ്ട് ചേച്ചി. താങ്ക്സ്. നീ എന്ത് രാവിലെ അമ്പലത്തിൽ പോയോ? ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് എന്നിട്ട് 5:30 നിർമ്മാലയം തൊഴാൻ പോയി. എനിക്ക് വയ്യ. ഏതമ്പലത്തിലാ പോയെ? ഇവിടുത്തെ ഈ ബാലഭദ്രകാളിയുടെ അമ്പലമില്ലേ, അവിടെയും കയറി, പിന്നെ അയ്യപ്പൻ അമ്പലത്തിലും പോയി. എടി കൊച്ചേ, ഇരുട്ടല്ലായിരുന്നു അവിടെ? അതെ, അതിലല്ലേ ഫോണില് ടോർച്ച്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇതൊന്നും അത്ര പതിവില്ലാത്തതാണല്ലോ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കുന്നു, അമ്പലത്തിൽ പോകുന്ന എന്താ കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യമൊന്നുമില്ല. ഈ ചില ദിവസങ്ങളൊക്കെ രാവിലെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അമ്പലത്തിൽ പോകാനൊക്കെ തോന്നൂല്ലോ. അങ്ങനെ തോന്നി പോയി. രാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അല്ലടാ ഭദ്രകാളി, നിന്നെ ഞാൻ നോട്ട് ഇട്ട് വെച്ചേട്ടോ, ഒന്ന് സൂക്ഷിച്ചോ. എന്തിനാണ് രാവിലെ വലിയ കാര്യത്തിൽ വേഷവിധാനങ്ങളൊക്കെ ആയിട്ട്? എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രച്ഛന്ന വേഷം. പ്രച്ഛന്ന വേഷോ? എന്തു പ്രച്ഛന്ന വേഷം? എങ്ങനെയാ ചേച്ചി രാവിലെ സാരി കുങ്ങനെ ഉടുത്ത്? ഇടി പണ്ട് അംഗനവാടിയിൽ എങ്ങാണ്ട പൊക്കോണ്ടിരുന്ന സമയത്ത് സാരി ഉടുക്കാൻ പഠിച്ചാണ്. അതിന് 2 കയ്യാള് വേണമായിരുന്നു. ഇന്ന് രാവിലെ എന്തോ ഉറക്കപ്പിച്ചിൽ ഉടുത്തോണ്ട് പോയത്. കൊടുത്തതിൽ എന്താ കുഴപ്പം? നല്ല വൃത്തിക്ക് കൊടുത്തിട്ടില്ലേ? നല്ല വൃത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സിദ്ധു വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു, അതാ. ചുമ്മാതല്ല, രാവിലെ എണീറ്റ് ഇത്രയൊക്കെ കലാപരിപാടി കാണിച്ച എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മൂമ്മ സംഭവം എന്താന്ന് വെച്ചാലേ, സിദ്ധുവിന്റെ കമ്പനിയിലെ അറബാബു ഇല്ലേ, അവരുടെ വീട്ടിൽ നിന്ന് എന്തോ വലിയ ഫാമിലി ഫംഗ്ഷനോ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ കമ്പനി സൈഡിൽ നിന്ന് സിദ്ധുവിനെ മാനേജറെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. നല്ല കാര്യം. അതിന് ചേച്ചി എന്തിനാണ് ഒരുങ്ങണേ? എടാ, അറബാബുവിനെ പരിചയപ്പെടുന്നു അവരുടെ ഫാമിലിക്ക്. അപ്പൊ എന്റെ അടുത്ത് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാൻ പറയും, വീഡിയോ കോൾ ചെയ്യാന്ന്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് പറഞ്ഞേക്കാം. എന്താ? ഇവിടുത്തെ സമയവും ദുബായിലെ സമയവും തമ്മിൽ 2.5 മണിക്കൂറൊക്കെ വ്യത്യാസമുണ്ട്, കേട്ടല്ലോ? അതിന് പറഞ്ഞേ ഉള്ളൂ, ഓർത്താ ദൂക്കിക്കേണ്ട, അത്ര തന്നെ. എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ഇങ്ങനെ സാരി ഒന്ന് പിടിച്ചിട്ടേ. പ്രസാദം തരല്ലേ വിളിച്ചേ? ഇതേ ഈ മടങ്ങി കിടക്കണം. ഓക്കെ, താങ്ക്സ്. അമ്മ ഞാൻ അകത്തുണ്ടാവേ. പ്രസാദം ഒന്നും ഇല്ലേ? ബാ വല്ലോ, പഴം തരാം, പ്രസാദം തരാം. ബാ. എനിക്ക് അമ്മൂമ്മ എടുത്താ മതിയോ? അമ്മൂമ്മ എടുത്തു. ഇനി വാ അമ്മാനും പറഞ്ഞു. எங்கதான் வச்சாங்க புரியவே மாட்டேங்கிறது. எங்க எல்லாம் தேடுறதுனோ? என்ன கனகவல்லி, ரொம்ப கோபமா தெரியுது. என்ன லட்சு, இங்க ஒரு பொருள் வச்சா காணமே காணோம். எங்க எல்லாம் தேடுறது தெரியுமா? എങ്ങനെ കാണാനാ? അമ്മൂമ്മയും കൂടെ അടുക്കളയിൽ കയറി പെരുമാറി കഴിഞ്ഞാ പിന്നെ ഒരു ഭാഗം ഇവിടെ കാണൂല. எவ்வளவுதான் தேடுறது? ஏ லட்சு, இந்த அம்மாட்ட ஏதோ சொன்னாலும் புரிய மாட்டேங்குது. എന്തുവാടി, എന്തോ ചുമച്ചോണ്ട് സിഗ്നൽ കൊടുത്തേ? എന്നെ പറ്റി എന്തോ കുറ്റം പറഞ്ഞോണ്ടിരുന്നതാ. ഒന്നും ഇല്ലമ്മാ. എന്തോ ഉണ്ട്. അപ്പൊ നീയും എന്റെ അടുത്ത് കള്ളം പറയാൻ തുടങ്ങിയില്ലയോ? അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുകയാണ്. ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ എട്ടടുത്ത് വെക്കില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ ദേഷ്യപ്പെടും. ഇതൊക്കെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ എപ്പോഴാണ് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ എന്തോ വെച്ചെടുത്ത് വെക്കാത്തത്? ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അതെന്താ കനക അങ്ങനൊക്കെ പറയുന്നത്? அம்மா சும்மா அம்மா, நான் கடுகு எங்க கேட்டேன், அவ்வளவுதான். அதுக்கு தான் இவ்ளோ பில்டப்ல கையில இருந்து போட்டு சொல்றா. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.